ആരുമില്ല. ഈ കാറുകളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലം ഇവിടെ. പക്ഷേ ഇവിടെ ഒരു പാർക്കിംഗ് ഇല്ല. പകലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ എന്തോരം വണ്ടികളുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. പിന്നെ ഇവിടുത്തെ കണ്ടോ ട്രാഫിക് ലൈറ്റൊക്കെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കിടക്കുക. അതായത് രാത്രിയാകുമ്പോൾ വലിയ തിരക്കൊന്നുമില്ല താനും കൊണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് പോകാം ട്രാഫിക് ലൈറ്റിൽ. പിന്നെ ഒരു കാർ ദൂരേന്ന് പറഞ്ഞാൽ വരുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ആൾക്കാർ നടക്കുന്നതൊക്കെയാണ്. ഞായറാഴ്ച രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. പിന്നെ ഇവിടെ ഓട്ടം വന്നിട്ടുണ്ട്. നോക്കട്ടെ എങ്ങോട്ടാണ്. അത് വലിയ കുഴപ്പമില്ല. എടുത്തേക്കാം. നമ്മൾ സ്കൂളിലേക്ക് എന്തായാലും എടുത്തേക്കാം. കാരണം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് മടുക്കും. ഇത് ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ ജോലിക്ക് പോകുന്ന പോലെ ആയിരിക്കണം. $9 കിട്ടും. അഡ്വക്കേറ്റ് ഗുഡ് സാമറിയത്തെ ഹോസ്പിറ്റലിലേക്ക് ഞാനും പോയി പിക്ക് ചെയ്തേക്കാം. ഇങ്ങനെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ 15 മിനിറ്റ് വെയിറ്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ അങ്ങ് വെയിറ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അല്ല വെയിറ്റിംഗ് അല്ല, അത് പാർക്കിംഗ് ആണ്. നമ്മുടെ ഡ്രൈവർ കാറിലുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഈ ഏരിയ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ എയർപോർട്ടിന്റെ ഇവിടെ ആളുകൾ വെയിറ്റ് ചെയ്താൽ സെക്യൂരിറ്റിക്കാർ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ഇന്ന് ഞായറാഴ്ച ചെയ്തുകൊണ്ട് അധികം പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയില്ല. സെക്യൂരിറ്റിക്കാരും വരാൻ സാധ്യതയില്ല. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ സെക്യൂരിറ്റിക്കാർ ഇവിടെ കാണാറുണ്ട്. ഇങ്ങനെ ഒന്ന് ഒത്തിരി ഇങ്ങനെ ചുമ്മാ നോക്കുകയൊക്കെ ചെയ്യും. ഒരു കാറിൽ ഇങ്ങനെ ഇതിൽ കൂടെ കറങ്ങി നടക്കും. യൂബർ ഓടിക്കുന്നവർ അങ്ങനെ ലിഫ്റ്റ് ഓടിക്കുന്നവർക്കൊന്നും അങ്ങനെ വെയിറ്റ് ചെയ്യാനുള്ള അനുവാദമില്ല. ഞാനിവിടെ സൈനൊന്നും കാറിലില്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. യൂബറിന്റെ ലിഫ്റ്റിന്റെ സ്റ്റിക്കറൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ സ്റ്റിക്കറൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും ഇങ്ങനെ തെറ്റിദ്ധരിക്കില്ല. മനസ്സിലാവില്ല. ഇവിടെ ഇങ്ങനെ ആൾക്കാർ കൊണ്ടുവിടാനൊക്കെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ് ബേസിക്കലി. ഇത് കണ്ടോ, ആ കണ്ടോ, ഒരു BMW കണ്ടില്ലേ? BMW ഇതിങ്ങനെ ലിമോ സർവീസുകാരുടെ BMW ആണ്. BMW ആൾക്കാർ വിളിച്ചു കഴിഞ്ഞാൽ വരും. BMW വേണ്ടവർക്ക്, ലക്ഷറി കാർ വേണ്ടവർക്ക് കൂടുതൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ടാക്സി പോലെ കമ്പനിക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂബർ അല്ലെങ്കിൽ ലിഫ്റ്റിൻ്റെ ആപ്പ് ഉപയോഗിച്ച് വിളിക്കാവുന്നുള്ളൂ. BMW യാത്ര ചെയ്യുന്നവന്മാർക്ക് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഇവിടെ കണ്ടില്ല, ഇവനൊരു പൈലറ്റാന്ന് തോന്നുന്നു. അവൻ്റെ ഡ്രസ്സ് കണ്ടിട്ട് ഒരു പൈലറ്റോ അങ്ങനെയാണെന്ന് തോന്നുന്നു. ഫാമിലി സഹിതം യാത്ര ചെയ്യുന്നവന്മാർക്കൊക്കെ വണ്ടി ഇറക്കി നിർത്തി ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള സൗകര്യത്തിനാണ് ഈ സ്ഥലം കൂടുതൽ ഉപയോഗിക്കുക. ഇങ്ങനെയാണ് ഈ പാർക്കിംഗ് ലോട്ട്. ഇവിടെയാണ് പൊതുവേ ഞാൻ വെയിറ്റ് ചെയ്യാറ്. അപ്പോൾ ഇത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത് ബേക്കൺ എഗ് ചീസ് ബിസ്ക്കറ്റ്. ഇത് മക്ഡൊണാൾഡ്സിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിനകത്ത് ഇതാണ് ഇതിൻ്റെ സാധനം. അതിനകത്ത് എഗ്ഗ് ഉണ്ട്. ഇതാണ് ഇങ്ങനെ സാധനമുണ്ട്. ഇത് ബിസ്ക്കറ്റാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ സാധനത്തിൻ്റെ പേര്. പിന്നെ എഗ്ഗ് ഉണ്ട്. ഇതിനകത്ത് ബേക്കണാണിത്. ബേക്കണുണ്ട്. ഇതാണ് സാൻഡ്വിച്ച്. പിന്നെ ഇവിടെ ചീസുണ്ട്. ഈ സാധനമാണ്. ഇതിൽ കുറച്ച് ഉപ്പുണ്ട് കേട്ടോ. കഴിച്ചു നോക്കാം. ഉപ്പുണ്ട്. കാപ്പിയിൽ കൂടെ കഴിക്കുന്നുണ്ടാകുന്നു തോന്നുന്നു. റൈഡ് വന്നേക്കാൻ കണ്ടല്ലേ. ഇവിടെ നിന്ന് മിഷിഗൻ വരെ ഷിക്കാഗോയിലേക്ക് പോകാനായിട്ട് $13, 18 മൈൽ പോകണം. അതിനൊന്നും പോകുന്നില്ല. വേറെ പണിയൊന്നും ഇല്ലാതെ വേറൊരു ഓഫർ നോക്കണേ. $12 68 വരും. 17 മൈൽ പോകണം. $13 തരും. 15 മൈൽ പോകണം. 30 മിനിറ്റ് എടുക്കും. അപ്പോൾ യൂബറിൻ്റെ അകത്തൊരു കഥ പറയാനാണ്. യൂബറിനകത്ത് നടന്നൊരു കാര്യമാണിത്. അതായത് ഞാനൊരു ആളെ പിക്ക് ചെയ്ത് ഒരു ഗൈനക്കോളജി അബോർഷൻ ക്ലിനിക്കിൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുവിടേണ്ടി വന്നു. പിക്ക് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ബുക്കിട്ട ഒരാളായിരുന്നു. ഒരു പെൺപിള്ളയായിരുന്നു. ഭയങ്കര ഗൗരവത്തിലായിരുന്നു. അധികമൊന്നും മിണ്ടിയൊന്നുമില്ല. ഗൗരവത്തിലായിരുന്നു. പിന്നെ ഞാനൊന്നും ചോദിച്ചില്ല. അവരെ ഞാൻ ഇങ്ങനെ പോണ വഴിക്ക് ഞാനിങ്ങനെ നോക്കി, ഡ്രോപ്പ് ഓഫ് ലൊക്കേഷൻ നോക്കി. ഇപ്പോൾ ഒരു അബോർഷൻ ക്ലിനിക്കാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അബോർഷൻ ക്ലിനിക്കാണല്ലോ. ഞാൻ വിചാരിച്ചു ഇവരോട് ചോദിക്കണം എന്തിനാ പോണേ എന്ന് വിചാരിച്ച് വേണ്ട. ഇതിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും ആണെങ്കിലോ. അപ്പം പ്രത്യേകിച്ച് അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ലല്ലോ. ഇനി ചിലപ്പോൾ അവരുടെ ആരെങ്കിലും അവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലോ, ചിലപ്പോൾ അവരുടെ ആണെങ്കിലോ. പ്രത്യേകിച്ച് ഒരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിൽ നടന്നു അവരെ പിക്ക് ചെയ്ത്. അതുകൊണ്ട് അതിനെ ചോദിക്കുന്നതൊക്കെ സൂക്ഷിച്ച് ചോദിക്കണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും അവിടെ ഞാൻ അവിടെ കൊണ്ടുവിട്ട് കഴിഞ്ഞപ്പോൾ അബോർഷൻ ക്ലിനിക്കിൻ്റെ അവിടെ കുറേ സമരക്കാർ സ്ഥിരം ഉണ്ടാവും. സമരമല്ല, ഇങ്ങനെ പിള്ളേരെ കൊല്ലരുത്, അഡോപ്ഷൻ വകുപ്പുകളുണ്ട്, നിങ്ങൾ പിള്ളേരെ കൊല്ലേണ്ട ആവശ്യമില്ല, ഞങ്ങൾ നോക്കിക്കോളാം. ഇങ്ങനെ കുറച്ച് ബാനറൊക്കെ വെച്ചിട്ടുണ്ടാവും. അബോർഷൻ പിള്ളേരെ കൊല്ലുവാണ്, അബോർഷൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, തെറ്റാണെന്നുള്ള രീതിയിലൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടാണ് ഇമാർ നിൽക്കുന്നത്. അപ്പം ഞാൻ അവിടെ കാറ് കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോൾ തന്നെ ഒരാളിങ്ങനെ മതിലിൻ്റെ അപ്പുറത്ത് നിൽക്കാൻ പറ്റുള്ളൂ. അവർക്ക് കോമ്പൗണ്ടിൽ കയറാൻ പറ്റില്ല. ഈ വെയിലിൻ്റെ അപ്പുറത്ത് നിൽക്കാൻ പറ്റും. കോമ്പൗണ്ടിൻ്റെ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. പുറത്ത് നിൽക്കാൻ പറ്റുള്ളൂ. പുറത്ത് ഒരു എന്തോ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ അകത്തേക്ക് കയറി പോകുന്നവരോടൊക്കെ ഇവരിങ്ങനെ പുറത്തുനിന്ന് വിളിച്ച് പറയും ഇങ്ങനെ ആഘോഷം ചെയ്തെന്നുള്ള രീതിയിൽ എന്തോ വിളിച്ച് പറഞ്ഞു. എന്നിട്ട് ഞാനിങ്ങനെ പുറത്തേക്ക് കാർ ഓടിച്ചങ്ങ് പുറത്തേക്ക് റോട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഒരു പുള്ളി അടുത്ത് വന്ന് ചോദിച്ചു, ഇന്ന് ലിഫ്റ്റിൽ യൂബറിലും എന്നൊക്കെ സംഭവിച്ചെന്ന് നോക്കിയാലോ. ഒരു റൈഡ് വന്നിട്ടുണ്ട് ബോളിംഗ് $7. പക്ഷേ റേറ്റിംഗ് കുറവാണ്, 4.4. ഇത് ചെറിയ റേറ്റിംഗാണ്. അപ്പോൾ ഞാനിത് പിക്ക് ചെയ്യുന്നില്ല, എനിക്ക് അങ്ങോട്ട് പോകാൻ സമയമില്ല. അതൊരു കാര്യമാണ്. റേറ്റിംഗ് കുറവാണെങ്കിലും ഇത് വേറെ ഒന്നും. അപ്പോൾ അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാനുള്ള പദ്ധതിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിപ്പോൾ ലിഫ്റ്റിൽ എന്തൊക്കെ ഇന്ന് റൈഡ് ഉണ്ടായി നോക്കാം. ലിഫ്റ്റിൽ വലിയ തിരക്കുണ്ടായിരുന്നില്ല, കാരണം ഞായറാഴ്ചയായിരുന്നു. പിന്നെ അധികം ഓടാനുള്ള സമയവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പരമാവധി ദൂരേക്കുള്ള റൈഡുകൾ അധികം എടുത്തില്ല. അതാണൊരു കാര്യം. പിന്നെ ഇന്ന് രാവിലെ 4:30 ഒരു റൈഡ് വന്നായിരുന്നു. ഗ്ലെന്നലൻ. അങ്ങോട്ട് പോയിട്ട് പോകാൻ സമയമില്ല. ഇത് $29 70 സെൻറ്റിൻ്റെ ഒരു ട്രിപ്പ്. ഞാൻ ഇവിടെയായിരുന്നു. എന്നിട്ട് അവിടെ വണ്ടി ഓടിച്ച് ചെന്നു. എയർപോർട്ടായതുകൊണ്ട് ഞാൻ വിട്ടില്ല, രാവിലെ അല്ലേ. അപ്പോൾ എയർപോർട്ട് ഒക്കെ ആയിരുന്നു. $13 മൈൽ 13.85 മൈൽ വണ്ടി ഓടിച്ചു. 31 മിനിറ്റ് സമയമെടുത്തു. പക്ഷേ ആക്ച്വലി 31 മിനിറ്റ് എടുത്തു. കാരണം ഒരു ട്രെയിനിൻ്റെ അവിടെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു.
അപ്പോൾ പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് പിന്നെ അതിൽ കൂടെ പോയില്ല, വേറെ വഴി കൂടെ തിരിഞ്ഞ് പോവുക ചെയ്തത്. റെയിൽവേ ക്രോസിംഗ് ഒഴിവാക്കി. പാസഞ്ചർ പേയ്മെൻറ്റ് നോക്കിക്കേ, $54.68 അവർ പേ ചെയ്തത്. എക്സ്റ്റേണൽ ഫീസ് നോക്കുവാണെങ്കിൽ കൊമേഴ്ഷ്യൽ ആൻഡ് ഓട്ടോ ഇൻഷുറൻസ് ആൻഡ് അതർ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ $3.05. ടാക്സസ് ആൻഡ് ഗവൺമെൻറ് ഫീസസ് അത് ഒഴിവാക്കാൻ പറ്റില്ല, $6.23. അത് സിറ്റി ഓഫ് ഷിക്കാഗോയ്ക്ക് പോകുന്ന സംഗതിയാണ്. പിന്നെ ലിഫ്റ്റ് ഫീ $15.70. അവർക്ക് കമ്മീഷൻ അത്രയും. പിന്നെ $29.70 നമ്മുടെ പൈസ. ഇത് ഗ്ലെൻഡൈൻ ഹൈറ്റ്സിലേക്ക് അത് പോകാൻ താല്പര്യമില്ല. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ആയിട്ട് $6 അവർ കൂടുതൽ തന്നു കേട്ടോ. 5+ ലോങ്ങർ താൻ എസ്റ്റിമേറ്റഡ് എന്നും പറഞ്ഞു. ഓക്കെ, ഇതാണ് അത്. ഈ പെണ്ണുമ്പോൾ ഒരു സെർബിയക്കാരിയായിരുന്നു. അപ്പോൾ ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവർ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു, ഒരു സിഗരറ്റൊക്കെ വലിച്ച്. അപ്പോൾ എന്നിട്ട് സിഗരറ്റൊക്കെ വലിച്ച് പെണ്ണുമ്പോൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ചിലവരെങ്കിലും നമ്മളെ കൊണ്ട് വെയിറ്റ് ചെയ്യിപ്പിക്കും. നമ്മൾ കാലത്ത് ഒരാൾ പുറത്ത് നിൽക്കുമ്പോൾ നമുക്കും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വെയിറ്റ് ചെയ്യണമെങ്കിൽ 2 മിനിറ്റോളം, 3 മിനിറ്റോളം നമ്മൾ ഫ്രീ ആയിട്ട് വെയിറ്റ് ചെയ്യണം. അത് നമുക്കൊരു പൈസ തരുന്നില്ല, നമ്മുടെ ഇന്ധനം കത്തിച്ചാണ് അവിടെ നിൽക്കണത്. അപ്പോൾ നമ്മളെ കാത്തു നിൽക്കുന്ന റൈഡർമാരെ ഭയങ്കര താല്പര്യമാണ്. അവർ ഞാൻ മിക്കവാറും എല്ലാവർക്കും 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ തിരിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടെ ഒരു ട്രക്ക് ഓടിക്കുന്ന ആളായിരുന്നു, സെർബിയയിൽ നിന്ന് വന്നവരാണെന്നൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ പ്രത്യേകിച്ചൊന്നും ചോദിച്ചൊന്നുമില്ല. ഞാനിങ്ങനെ ആൾക്കാർ ഏതോ യൂറോപ്യൻ കാര്യമാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാളെ കണ്ടു എന്ന് പറയുമായിരുന്നു. അവർ എന്നിട്ട് ഇറങ്ങാൻ നേരത്ത് $10 ടിപ്പ് തന്നു കേട്ടോ. അതാണ് ഇവരെ മെയിനായിട്ട് മെൻഷൻ ചെയ്യാനുള്ള കാരണം. പറഞ്ഞു ഇങ്ങനെ $54 ഞാൻ പേ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയൊന്നും പൈസ കിട്ടുമെന്ന്. $54 നമുക്ക് കിട്ടില്ല, കുറേ സിറ്റി ഓഫ് ഷിക്കാഗോയുടെ ഫീസായിട്ട് പോകും, പിന്നെ പല ഫീസുകളായിട്ട് പോകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒരു $10 ടിപ്പ് തന്നു. അത് വലിയൊരു കാര്യമായി പോയി.